സന്തോഷം നിറയുന്ന വീടുകളുടെ വിശേഷങ്ങളുമായി മാസ്റ്റർ ക്രാഫ്റ്റ് വീണ്ടും സ്വാഗതം. മാസ്റ്റർ ക്രാഫ്റ്റിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക്. തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിനടുത്തുള്ള വെള്ളാങ്കല്ലൂർ എന്ന സ്ഥലത്തെ കോവിലകത്ത് എന്ന വീടിന്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ കാണുന്നത്. ഈ വീടിന്റെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ആർക്കിടെക്റ്റായ സുഭാഷ് ആണ്. ഈ വീടിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്കൊരു കുഞ്ഞു ഫാമിലി ആയ കാരണം ഒരു കുഞ്ഞു വീടെന്നൊരു കോൺസെപ്റ്റ് ആയിരുന്നു അവർക്കുണ്ടായിരുന്നത്. ഹസ്ബൻഡ് ആൻഡ് വൈഫ്, ഒരു 3 കുഞ്ഞുങ്ങളടങ്ങുന്ന ഒരു കുഞ്ഞു ഫാമിലിയാണ്. എന്ന് കഴിച്ച് അതിൻ്റെ ഒരു ചെറിയ വീടാണ് അവിടെ സങ്കല്പത്തിലുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളതിനൊരു 2275 സ്ക്വയർ ഫീറ്റിൽ അതിനെ ഒതുക്കാനും ആ ഒരു സ്ക്വയർ ഫീറ്റ് നിലനിർത്താനും എന്നാൽ ആ ഒരു ഒട്ടും കുഞ്ഞു വീടല്ല എന്നുള്ളൊരു രീതിയിൽ ആ ഒരു എലിവേഷനെ ഹൈലൈറ്റ് ചെയ്തെടുക്കാനും നമ്മളതിന് ശ്രമിച്ചിട്ടുണ്ട് അതിനകത്ത്. റോഡ് ആയതുകൊണ്ട് തന്നെ എല്ലാ ഭാഗത്തുനിന്നും ഒരു വ്യൂ കിട്ടുന്ന രീതിയിലാണ് ഈ വീടിന്റെ എലിവേഷൻ ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് ഒരുപാട് ബോക്സ് ലൈക്ക് പ്രൊജക്ഷൻസ് ഉണ്ട് ഈ വീടിന്. അതിനൊക്കെ കുറച്ചുകൂടി അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്രിൽ ടൈപ്പ് ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ആ ഡിസൈനിൻ്റെ അതേ ഒരു കണ്ടിന്യൂഷൻ ആണ് നമുക്ക് ഈ കോമ്പൗണ്ട് വാളിലും കാണാൻ പറ്റുന്നത്. വീടിൻ്റെ എലിവേഷൻ വൈറ്റ് ആയത് കാരണം ഒരു വൈറ്റ് തീം തന്നെയാണ് ഗേറ്റിനും കൊടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ നമ്മുടെ ആ എലിവേഷൻ്റെ ലുക്ക് നമ്മുടെ വെളിയിൽ നിന്ന് പോകുന്ന ടൈമിൽ വെളിയിൽ പോകുന്ന വാഹനങ്ങൾക്കൊക്കെ വീടിൻ്റെ ഒരു ഫുൾ വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഗേറ്റിൽ കൊടുത്തിട്ടുള്ള കുറച്ച് പാറ്റേൺസ് ഉണ്ട്. നമ്മുടെ ഒരു സ്ക്വയർ ട്യൂബ്സ് വെച്ചിട്ട് ബീം ചെയ്ത് അതിനകത്ത് സ്ക്വയർ ട്യൂബ്സ് വെച്ചിട്ടുള്ള ഒരു പാറ്റേൺസ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ആ ഒരു എലിവേഷൻ നമ്മുടെ റോഡിൽ നിന്ന് നോക്കുന്ന ടൈമിൽ ആ ഒരു എലിവേഷനെ വളരെയധികം ഭംഗിയാക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കൊടുത്തിട്ട് ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ് അതിൻ്റെ ആ ലാൻഡ്സ്കേപ്പിങ്ങിന്. നമ്മൾ കയറി വരുന്ന ഭാഗത്ത് നമ്മുടെ ഒരു ഇൻ്റർലോക്ക് ചെയ്യാതെ ഒരു ഗ്രാസ് ജോയിൻ്റ് വിത്ത് ഒരു ബാംഗ്ലൂർ സ്റ്റോൺ പാറ്റേൺസാണ് നമ്മൾ ചെയ്തേക്കുന്നത് ഫ്രണ്ട് കയറി വരുന്ന എൻട്രൻസിൽ. അത് നമ്മുടെ ആ ഒരു ഡിസൈൻ ആ ഒരു കണ്ടംപററി തീമിനെ കുറച്ചുകൂടി ഒന്ന് ക്ലാസി ആക്കുന്നുണ്ട് ആ ഒരു തീം. വീട് ചെറിയ വീടാണെങ്കിൽ പോലും കുറച്ച് ആൾക്കാർ വന്നു കഴിഞ്ഞാൽ അവർ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു വിശാലമായൊരു സിറ്റ് ഔട്ടാണ് നമ്മൾ ആ ഫ്രണ്ടിൽ കൊടുത്തേക്കുന്നത്. അതിനൊരു ബ്ലാക്ക് രീതിയിലുള്ളൊരു ഗ്രാനൈറ്റ് കൊടുത്തിട്ട് അതിനെ കുറച്ചുകൂടെ ആ ഒരു ഹൈലൈറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. കണ്ടംപററി സ്റ്റൈൽ ഫോളോ ചെയ്തുകൊണ്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ലിവിംഗ് റൂമാണിത്. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന വിൻഡോസൊക്കെ യൂഷ്വൽ വിൻഡോസിൽ നിന്നും സൈസ് കുറഞ്ഞ രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത് ഈ ലിവിംഗ് റൂമിന് വളരെയധികം അട്രാക്ഷൻ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെയുള്ള മറ്റൊരു കാര്യമാണ് ഈ ഒരു ലിവിംഗ് റൂമിൻ്റെ ഫ്ലോർ. നമ്മൾ കാണുന്ന യൂഷ്വൽ വീടുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വുഡൻ ഫിനിഷിലുള്ള ടൈലാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അത് നല്ലൊരു അട്രാക്ഷനാണ് ഈ ലിവിംഗ് റൂമിന് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ സീലിംഗ്
വളരെ നല്ലൊരു പാറ്റേൺ ഫോളോ ചെയ്തിട്ട് വളരെ മനോഹരമായിട്ടുള്ള ഡിസൈൻ കൊടുത്തിട്ട് വളരെ ഭംഗിയായിട്ടാണ് ഈ സീലിങ്ങിൻ്റെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിനെ കുറച്ചുകൂടി എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് LED ലൈറ്റ്സ് ഒക്കെ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇന്റീരിയറിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രധാനമായിട്ട് എടുത്ത് പറയേണ്ട ഇതിൻ്റെ ഒരു ഫ്ലോറിങ്ങിൻ്റെ കുറിച്ചാണ്. ഫ്ലോറിങ് നമ്മൾ യൂസ് ചെയ്തേക്കുന്ന ഫുള്ളി ഒരു വുഡൻ ടൈൽ രീതിയിലുള്ളൊരു ഫ്ലോറിങ്ങാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. മെയിനായിട്ട് വുഡൻ ഫ്ലോറിങ് അല്ല യൂസ് ചെയ്തേക്കുന്നത്, ആ ഒരു തീം വരത്തക്ക രീതിയിൽ അതിൻ്റെ ടൈൽസാണ് യൂസ് ചെയ്തേക്കുന്നത്. കാരണം അത് യൂസ് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളതിൻ്റെ വെള്ളം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഭാവിയിൽ ഒഴിവാക്കാനും ആ ഒരു ലോങ് ലാസ്റ്റിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ടൈല് കോൺസെപ്റ്റിലോട്ട് നമ്മളിതിൽ വന്നത്. സെപ്പറേറ്റ് ചെയ്യുന്ന രീതിയിൽ നമുക്കിവിടെ ഒരു വുഡൻ പാനൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതിനെ കുറച്ചുകൂടി എൻഹാൻസ് ചെയ്യുന്ന രീതിയിൽ LED സ്ട്രിപ്പ് ലൈറ്റ്സും ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മറ്റൊരു സ്പെഷ്യാലിറ്റി ഈ ഡൈനിങ് റൂമാണ്. ഒരു സെപ്പറേറ്റ് റൂം പോലെ തന്നെയാണ് ഈ ഡൈനിങ് റൂമിൻ്റെ ഡിസൈൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിന് ഒരു ഗ്ലാസ് ഡോറ് വെച്ചിട്ട് ഒരു ട്രാൻസ്പെറൻസിയും ഈ ഡൈനിങ് റൂമിന് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെയുള്ള മറ്റൊരു കാര്യമാണ് എൻ്റെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു കൂളിംഗ് ഗ്ലാസ് കൊടുത്തിട്ടുള്ള ഒരു വിൻഡോ. അതായത് ഇവിടെ വൺ സൈഡ് വിഷനാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത്. നമുക്ക് ഇവിടെ നിൽക്കുന്ന വീടിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ഒരാൾക്ക് പുറത്ത് എന്ത് നടക്കുന്നു എന്നുള്ളൊരു കാര്യം ഇവിടെ നിന്നുകൊണ്ട് തന്നെ അറിയാൻ സാധിക്കും. എന്നാൽ പുറത്ത് നിൽക്കുന്ന ഒരാൾക്ക് ഉള്ളിലുള്ള കാര്യങ്ങളൊന്നും കാണാനും പറ്റുന്നില്ല. അതുപോലെ തന്നെ ഈ വീടിനെ അട്രാക്റ്റീവ് ആക്കുന്ന മറ്റൊരു പ്രോപ്പർട്ടിയാണ് ഈ ലിവിങ് റൂമിലൊക്കെ ഇരിക്കുന്ന ആൾക്കാർക്ക് ഒരു വിഷൻ കൊടുക്കുന്ന തരത്തിൽ ഈ വാളിൽ ഒരു വാൾപേപ്പറും അതുപോലെ തന്നെ ഒരു ഗ്രേ കളറും ഒക്കെ കൊടുത്തിട്ട് ഇതിനെ കൂടുതൽ അട്രാക്റ്റീവ് ആക്കിയിട്ടുണ്ട്. നമ്മുടെ ലിവിങ്ങിൽ കയറി വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സ്റ്റെയർ കേസിൻ്റെ ഡിസൈനാണ്. വളരെ വെറൈറ്റി ആയിട്ട് നമ്മുടെ ഒരു വ്യത്യസ്തമായൊരു രീതിയിലുള്ളൊരു സ്റ്റെയർ പാറ്റേൺസാണ് കൊടുത്തേക്കുന്നത്. നമ്മൾ ആ സ്റ്റെയർ കയറി പോകുന്ന ടൈമിൽ തന്നെ പുറത്തോട്ടുള്ള വ്യൂ കണ്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മളെ ഒരു സ്റ്റെയറിൽ നിന്ന് നമുക്കൊരു പുറത്തോട്ടൊരു ഗ്ലാസ്സിൽ നമുക്കൊരു വലിയൊരു ഗ്ലാസ് വിൻഡോ നമ്മളവിടെ കൊടുത്തിട്ടുണ്ട്, ടഫൻ ഗ്ലാസിൻ്റെ. കോമ്പാക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ഡൈനിങ് റൂമാണിത്. ഈ ഒരു വുഡൻ ഫ്ലോറിനോട് മാച്ചിങ് ആവുന്ന രീതിയിലുള്ള ഫർണിച്ചേഴ്സും അതുപോലെ തന്നെ ആക്സസറീസുമാണ് നമുക്ക് ഈ ഡൈനിങ് റൂമിൽ കാണാൻ പറ്റുന്നത്. എൻ്റെ പുറകുവശത്ത് തന്നെ ആ ഒരു സെയിം തീമിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ഷോക്കേസും അതിന് കുറച്ചുകൂടി അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു ലൈറ്റ് സ്ട്രിപ്പ് കൊടുത്തിട്ടുള്ള കാഴ്ചയും നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. കൂടാതെ ഇതിൻ്റെ ഒരു റൈറ്റ് സൈഡിലായിട്ട് വീടിൻ്റെ പുറകുവശത്തുള്ള കാഴ്ചയിൽ കാണാൻ വേണ്ടിയിട്ട് ഒരു കൂളിംഗ് ഗ്ലാസ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഡൈനിങ് റൂമിൽ നിന്നും കിച്ചണിലേക്ക് ഒരു ആക്സസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആ ഡോറിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. നമ്മൾ നേരത്തെ കണ്ട രീതിയിലുള്ള അതേപോലത്തെ ഒരു ഗ്ലാസ് ഡോർ തന്നെയാണ് ഇവിടെയും പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്.